لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സജ്ജനങ്ങളിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി ലോകത്തെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ആ റബ്ബിന്റെ പ്രവാചകനോടുമാണ്. റബ്ബ് തആല കോടാനുകോടി അനുഗ്രഹങ്ങളാണ് ഞാനും നിങ്ങളുമാകുന്ന ഓരോ മനുഷ്യനും ജീവജാലങ്ങൾക്കും നൽകിയിട്ടുള്ളത്. ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തെ അല്ലാഹുവിന്റെ നോട്ടമില്ലായ്മ ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതെയാക്കും എന്നുള്ളതിൽ സംശയമില്ല. ഓരോ മനുഷ്യനും രാവിലെ നമ്മൾ ചൊല്ലുന്ന ദിക്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരു സത്യവിശ്വാസി ഇങ്ങനെ പറയട്ടെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ഫസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഖയ്യൂമായ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നീ നന്നാക്കി തരണം. എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത്. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതം അത് തകരാറിലായി പോകും. അത്രയധികം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഏറെ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ ഏറെ നമ്മെ സ്നേഹിക്കുന്ന റഹ്മാനായ റബ്ബ്, ആ റബ്ബിനോടാണ് നമ്മൾ ഏറെ കടപ്പെട്ടിട്ടുള്ളത്. ആ റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ജീവിക്കുക. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ബാധ്യതയുള്ളത്. അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിടത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതും
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാതൊരു ഷർത്തുമില്ലാതെ നിബന്ധനകളുമില്ലാതെ അങ്ങേയറ്റം ഒരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ജീവിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്നതിന്റെ താല്പര്യം. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ദീനുൽ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി പ്രവാചകനായി ഞാൻ അംഗീകരിക്കുന്നു. ഇത് കേവലം ഒരു പറച്ചിലല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറെ ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും നമുക്കേറെ ബാധ്യതയുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഈ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് വരച്ചു കാണിച്ചു തരികയുണ്ടായി. എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. റബീഉൽ അവ്വൽ മാസം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ നമ്മുടെ നാടുകളിൽ റബീഉൽ അവ്വൽ പിറക്കുകയാണ്, അല്ലെങ്കിൽ പിറക്കുന്നതോടുകൂടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ദീനായിട്ടാണ് ചെയ്യുന്നത്, പുണ്യം കിട്ടാനുള്ള പ്രവർത്തനമായി കൊണ്ടാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബികൾക്കോ മുൻഗാമികൾക്കോ ഒന്നും പരിചയമില്ലാത്ത കാര്യങ്ങൾ ദീനായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു. അത് തന്നെ സൂറത്ത് ആലി ഇംറാനിന്റെ 31ാമത്തെ ആയത്തിൽ അത് പറയുകയുണ്ടായി. ഖുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഭാഗം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, എനിക്ക് റസൂലുള്ളാഹിന്റെ ഒരുപാട് ഹുബ്ബാണ്, മശക്കത്താണ്, മഹബ്ബത്താണ്, അതേപോലെ ഇഷ്കാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അവരുടെ ജീവിതവും എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. തന്റെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്, തന്റെ ഇബാദത്തിന്റെ രംഗം എങ്ങനെയാണ്, തന്റെ രഹസ്യ ജീവിതം എങ്ങനെയാണ്, തന്റെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, ഓരോ നിലക്കും ഓരോ ഭാഗത്തും തന്റെ കൊള്ളക്കൊടുക്കുകളിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടാണോ എന്നാണ് പഠിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം എന്ന് റസൂലേ നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന ആളുകൾക്ക് മാത്രമേ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റിള കിട്ടിയ ആളുകൾക്കാണ് സ്വർഗ്ഗമുള്ളത് എന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ഏതൊരു മനുഷ്യന്റെയും ഉൾക്കടമായ ആഗ്രഹമാണ് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് അവിടെ നടക്കുന്നത്. രണ്ടെണ്ണത്തിന്റെ റിസൾട്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളാകാൻ സാധിക്കും. അതിന് റസൂലുള്ളാഹിനെ പിൻപറ്റണം. മുഖത്തേക്കാണ് നോക്കിയ താടി വെക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. താടി പഠിക്കുക എന്നുള്ളത് ഹറാമാണ്. എല്ലാ പണ്ഡിതന്മാരും പറയുകയുണ്ടായി. എന്തുകൊണ്ട് അത് ചെയ്യുന്നു? എന്തുകൊണ്ട് നെയ്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നു? എന്തുകൊണ്ട് പലിശ വാങ്ങുന്നില്ല? എന്തുകൊണ്ട് ചതിക്കുന്നില്ല? എന്തുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നില്ല? എന്തുകൊണ്ട് ജീവിതത്തിൽ ഇന്ന ഇന്ന എഡിറ്റിങ്ങുകളൊക്കെ വരുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്? ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഉത്കടമായ ആഗ്രഹമുണ്ട്, ഉത്കടമായ ആഗ്രഹമുണ്ട്. ആളുകൾ അക്വാരത്തിലാണ് ഇന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തുള്ളാൻ ആഗ്രഹമുണ്ട്, ആളുകൾക്കിടയിൽ അഴിഞ്ഞാടി നടക്കാൻ ആഗ്രഹമുണ്ട്, മറ്റുള്ള ആഘോഷങ്ങളുടെ കൂടെ കൂടാനും അതുപോലെ തന്നെ എല്ലാവിധ ആവാസങ്ങളും ചെയ്യാനും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാത്തത്? എന്റെ റബ്ബിന് ഇഷ്ടമല്ല, പ്രവാചകന് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട്, പരലോകത്ത് ബാധിക്കും എന്നുള്ളതുകൊണ്ട്, വെറുതെയൊന്നുമല്ല, പരലോകത്ത് ബാധിക്കും, അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ പിൻപറ്റണം. ഇബാദത്തിന്റെ വിഷയത്തിൽ, ഇതാഅത്തിന്റെ വിഷയത്തിൽ, അനുസരണയുടെ വിഷയത്തിൽ, ഏത് കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വഴിപ്പെടണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും.
അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇഷ്ടപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മുൻഗാമികളായ ആളുകൾ, സഹാബത്താകട്ടെ, താബിഈകളാകട്ടെ, താബിഈകളാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം ഇന്ന വിഷയത്തിൽ ഉണ്ട് എന്ന് കേട്ടാൽ അവരുടെ ജീവിതത്തിൽ പകർത്തും. നോക്കൂ നിങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സമയത്തു സുഫിയാൻ അൽ-തൗരി യഖൂൽ, സുഫിയാൻ അൽ-തൗരി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, മാ ബലഗനി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്തു ഇല്ലാ അമിൽതു ബിഹി വലൗ മറതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ലക്ഷക്കണക്കായ ഹദീസുകൾ കേട്ട ആളുകളാണ് അവർ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസും ഞാൻ കേട്ടിട്ടില്ല, ആ ഹദീസിന്റെ അധ്യാപനം എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടല്ലാതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇന്ന വിഷയത്തിൽ ഒരു ഹദീസ് ഉണ്ട്, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലേക്ക്, തന്റെ ശരീരത്തിലേക്ക്, തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുചേർക്കാൻ, സ്വാംശീകരിക്കാൻ അവർ തയ്യാറാകുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അദ്ദേഹം പറയുകയാണ്, എന്താണത്? അദ്ദേഹത്തിന്റെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന് വലിയ ഹദീസ് ശേഖരമുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസ് ശേഖരത്തിൽ 40,000-ഓളം മുസ്നദ് അഹ്മദി എന്ന ഗ്രന്ഥത്തിൽ 40,000-ഓളം ഹദീസുകളുണ്ട്, അതിൽ കൂടുതൽ ഹദീസുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാ തറക്തു ഹദീസൻ ഇല്ലാ അമിൽതു ബിഹി, ഒരു ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ഒരു ഹദീസും ഞാൻ അമലാക്കാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ എല്ലാ ഹദീസും അദ്ദേഹം അമലാക്കിയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിൽ കൊടി പിടിച്ച് രാത്രി പിടിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കോ ആർക്കും പരിചയമില്ലാത്ത പുതിയൊരു ആവിഷ്കാരം, പുതിയൊരു കാട്ടിക്കൂട്ടൽ ചെയ്യുകയല്ല മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം സഹോദരന്മാരെ, അഹ്മദ് ബിൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് കിട്ടുകയാണ്. എന്താണ് ഹദീസ്? ഇഹ്തജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഅതൽ ഹജ്ജാമ അമാലതഹു ദീനാറ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തു. നമുക്കറിയാം, ഒരു ഇസ്ലാമിക ചികിത്സാ രീതിയാണ് ഹിജാമ. സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ചികിത്സാ രീതി കൂടിയാണ് ഹിജാമ എന്നുള്ളത്. ശരീരത്തിൽ നിന്നും മോശപ്പെട്ട ബ്ലഡ് ഒഴിവാക്കുന്ന ഒരു ചികിത്സാ രീതി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്യുകയും ഹിജാമ ചെയ്ത മനുഷ്യന് ഒരു ദീനാർ കൊടുക്കുകയും ചെയ്തു. അത് ചെയ്തു കൊടുത്ത ആൾക്ക്, ഹിജാമ ചെയ്യുന്ന മനുഷ്യന് അയാൾക്ക് കൂലി കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുണ്ട്. ഈ ഹദീസ് കേട്ട അഹ്മദ് ബിൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ് കിട്ടിയതിനു ശേഷം ഞാൻ ഒരു ഹാജിമിന്റെ അടുക്കൽ ചെല്ലുകയും ഞാനൊരു ഹിജാമ ചെയ്യുന്ന ആളെ തേടി പിടിച്ച് കണ്ടെത്തിയിട്ട് ഞാൻ ഹിജാമ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ദീനാർ കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹദീസിലുണ്ട്. അതുപോലും ഇത്രത്തോളം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ശ്രമിച്ച ആളുകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ശേഷമുള്ള താബിഈകളും ഉപതാബിഈകളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. ഇതാണ് സഹോദരന്മാരെ ദീനി എന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ ഒരു അധ്യാപനം ഈ വിഷയത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നുണ്ട്, അതും ഞാനും എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നബിസ്നേഹം എന്ന് പറയുന്നവർ ഇനി ഒരു കൂട്ടർ നബിസ്നേഹം എന്ന് പറയുന്നു, മറ്റൊരു കൂട്ടർ ഇല്ലാത്തതിനും ഈ പറയപ്പെട്ട ഹറാമായ രീതിയിലുള്ള നബിസ്നേഹത്തെ എതിർക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഹദീസിന്റെ ഇമാമികൾ അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ആ എതിർക്കുമ്പോൾ യഥാർത്ഥ രീതിയിലുള്ള നബിസ്നേഹം നമുക്കുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമ്മളും എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ വിദഗ്ധമായിട്ടുള്ള ഒരു അനാചാരമായിട്ടുള്ള നബിസ്നേഹത്തെ എതിർക്കാന്ന് മാത്രമല്ല, സുന്നത്തായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള നബിസ്നേഹമുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹിയെ പിൻപറ്റലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തൊരു നിലപാടായിരിക്കും നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മളേറെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, അത് ഇന്ന ദിവസത്തിലാണ്. അതൊക്കെ സംശയമുള്ള ചരിത്രകാരന്മാർ പോലും സംശയം രേഖപ്പെടുത്തിയ, അഥവാ ഇന്ന ഡേറ്റിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ന റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്.
വർഷത്തിൽ ഇന്ന വർഷത്തിലാണ് എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ആരാ പറയുന്നത്? അഹ്ലുസുന്നയുടെ ഇമാമികൾ, ചരിത്രകാരന്മാർ, മഹാ അഗ്രേസരന്മാരായ ചരിത്രകാരന്മാരെ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖുലിഫ ഫീ ആമി വിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ശഹരിഹാ വഫീ യൗമിഹാ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വർഷമാണ് ജനിച്ചത്, ഏത് മാസമാണ് ജനിച്ചത്, ഏത് ദിവസമാണ് ജനിച്ചത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. റബീഉൽ അവ്വൽ 12-നാണ്, ഒരു തിങ്കളാഴ്ചയാണ്, രാവിലെയാണ്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന പേരിൽ ചെയ്തു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്. എന്താണ്? മാലികി മദ്ഹബിലെ പണ്ഡിതനായിട്ടുള്ള ഇമാം ഫാഖഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഈ മൗലിദ് ആഘോഷം അന്ന് കാലത്ത്, ഇക്കാലഘട്ടത്തിലല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും താബീഈങ്ങളുടെ തൗതാബീഈങ്ങളുടെ ഉത്തമമായിട്ടുള്ള 3 തലമുറ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള മഹാപണ്ഡിതന്മാരാണ്. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലൊക്കെ വന്നിട്ടുള്ള പണ്ഡിതന്മാർ. അവരോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ ജന്മദിനാഘോഷത്തെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പോ അവർ പറയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വലാ സുന്ന. ഈ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ അല്ലെങ്കിൽ സുന്നത്തിലോ ഒരാസിലും ഒരടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല. എവിടുന്നാണ് സഹോദരന്മാരെ ദീൻ എടുക്കേണ്ടത്? ഖുർആനിൽ സുന്നത്തുമാണ്. അപ്പോൾ ഖുർആനിലുമില്ല, സുന്നത്തിലുമില്ല. വലാ യുകലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽമുതമസ്സിഖൂന ബിആഥാരിൽ അവ്വലീൻ. ശേഷം അദ്ദേഹം പറയാണ്, ഖുർആനിലില്ല, സുന്നത്തിലില്ല. പിന്നെ സ്വാഭാവികമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാകണം, സഹാബത്ത് ചെയ്തിട്ടുണ്ടാകണം, താബീകളോ തബഅതാബീകളോ ഒക്കെ ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ ദീനിൽ മുഅ്മിനീങ്ങളായ ആളുകൾ പിൻപറ്റുന്ന പണ്ഡിതന്മാർ, പർവ്വത സമാനന്മാരായ പണ്ഡിതന്മാർ, അവരെയാണ് സാധാരണക്കാരായ ആളുകൾ പിൻപറ്റുന്നത്. അവരുടെ ഗ്രന്ഥങ്ങളാണ് പാരായണം ചെയ്യുന്നത്, ദീനിയായിട്ട് അവരുടെ ഉപദേശങ്ങളാണ് കേൾക്കുന്നത്. അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ ആധാരങ്ങളിലും അവരുടെ വാക്കുകളിലും അവരുടെ തൂലികകളോ ഒന്നും സംസാരിച്ചിട്ടും ഇല്ല. അപ്പൊ ഖുർആനിലില്ല, സുന്നത്തിലില്ല, അഹ്ലുസുന്നയുടെ ഇമാമുകളും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ എന്ന് മാത്രമല്ല, അത് ദീനിൽ പുത്തനാചാരമായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു മാസം വരുമ്പോ ഇങ്ങനെ ഒരു ആഘോഷവും അതേപോലെ തന്നെയുള്ള ഇന്ന് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം അന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയണം, ഇന്നോ പിന്നെ പിടുത്തപ്പെട്ടു നമ്മൾ പറയേണ്ടതില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത് അത് ബിദ്അത്താണ്, മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതാണ്. അഹ്ദസഹൽ ബത്താലൂന, മതം പൊടിയന്മാരായ അഥവാ ഷിയാക്കളായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ തുടക്കം. ഷിയാക്കളാണ് ഇതിന്റെ തുടക്കം. ദീൻ പൊടിക്കാൻ വന്നിട്ടുള്ള ആളുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഉണ്ടാക്കിയത് അഹ്ലുസുന്നത്തിന്റെ ഇമാമികളാണോ? അല്ല, മതം പൊടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ ദേഹേച്ഛയുടെ ആളുകളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, കൊണ്ടു നടന്നിട്ടുള്ളത്. കുറെ തീറ്റപ്പൊതിയന്മാരായ ആളുകളാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. കാരണം വെച്ചാൽ ഇതിന്റെ പേരിൽ കുറെ ഭക്ഷണം കഴിക്കാൻ കിട്ടും. അല്ലാതെ ദീനിൽ ഒരു അസ്ലും ഇല്ല, ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് നമുക്ക് മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറയുകയാണ്. അതേപോലെ തന്നെ മാലികി മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഫാഖഹാനി. അദ്ദേഹം പറയാണ്, വമിനൽ ജുംലതി മാ അഹ്ദസുഹു മിനൽ മവാലിദി. ഈ മൗലിദാഘോഷത്തിന്റെ പേരിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ യഅ്തഖിദൂന അന്നഹാ മിനൽ ഇബാദാതി, ഇതൊക്കെ നല്ല ഇബാദത്തുകളാണെന്ന് വിശ്വസിക്കുന്നവർ വിചാരിക്കുന്നു. ഇതൊക്കെ നല്ല ഇബാദത്തുകളാണെന്ന് വിചാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടുകയില്ലേ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലത് പറയുകയില്ലേ, ദാനധർമ്മങ്ങൾ കൊടുക്കുകയില്ലേ, ഇങ്ങനെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് അവർ വിചാരിക്കുന്നു. മതത്തിന്റെ ഷിആറുകളാണ്, അടയാളങ്ങളാണ് ജനങ്ങൾക്ക് ഉദ്ഘോഷിച്ചു കൊടുക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ പ്രവർത്തനങ്ങൾ ഇബാദത്താണ് എന്ന് വിചാരിച്ചവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഇതെന്താണ്? തനിച്ച ബിദ്അത്തുകളാണ്, മുഹറമായ ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനോ
അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻഗാമിയോ ഒന്നും പഠിപ്പിക്കാത്ത പുത്തൻ ആചാരങ്ങളാണ് ജന്മദിനാഘോഷത്തിന്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് മദ്ഹബിന്റെ പണ്ഡിതന്മാർ പോലും പഠിപ്പിക്കുന്ന സഹോദരന്മാർ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതിന് ഒരു നിലക്കും ഇതിനോട് ഭാഗമാക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ അത് നല്ലതാണ്, തിരക്കേടില്ല, അതൊരു ദാനധർമ്മം ചെയ്യലല്ലേ, അപദാനങ്ങൾ പാടലല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നിലക്ക് അതിന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ കൂടുതൽ നിന്ന് കൊടുക്കുക എന്നുള്ളത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഖ്യാതമായ ഒരു കൗലുണ്ട്. അദ്ദേഹം പറയുകയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ഒരു പുതിയ ആചാരം ഒരാൾ ഉണ്ടാക്കി, റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ ഒന്നും പരിചയമില്ല, പുതുതായി ഉണ്ടാക്കിയതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ കുറിച്ച് പറയാണ്, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, തുൽഹ ഫിൽ ജന്ന, സുബൈർ ഫിൽ ജന്ന. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ ഇവരെല്ലാവരും സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. ഇവരെങ്ങനെ സ്വർഗ്ഗത്തിൽ പോയത്? റബീഉൽ അവ്വൽ മാസം 12 ഈ കോലത്തിൽ ഈ കണ്ട ഇബാദത്ത് ചെയ്തിട്ടാണോ? അവർക്ക് പരിചയമില്ല. റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്താണ് അവർക്ക് ഓർമ്മ വരുന്നത്. ഈ കാണുന്ന ഒരു പ്രവർത്തനവും അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ തടസ്സമായിട്ടില്ല, ചെയ്യാതിരുന്നത് തടസ്സമായിട്ടില്ല. പക്ഷെ അവർ സ്വർഗ്ഗത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പഠിപ്പിച്ചതാണ് ഇത്, അവർ ചെയ്തതാണ് മതം. റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചെയ്തു, അതിലപ്പുറം മതമായിട്ടില്ല. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആരെങ്കിലും ഇസ്ലാമിൽ പുതുതായിട്ടുള്ള ഒരു കാര്യം നല്ലതാണെന്ന് വിചാരിച്ച് അവൻ കൊണ്ടുവന്നു, ബിദ്അത്തുൻ യറാഅ ഹസന, ഇത് നല്ല കാര്യമല്ലേ, പ്രതിക്കലല്ലേ, ദുആയല്ലേ, അതേപോലെ തന്നെ ദാനധർമ്മം കൊടുക്കലല്ലേ, ഇന്ന ഒരു ആചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ലതല്ലേ എന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ കൊണ്ടുവന്നാൽ യഥാർത്ഥത്തിൽ അയാൾ എന്താണ് പറയുന്നത്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റിസാലത്തിൽ വഞ്ചന കാണിച്ചു, റസൂലുള്ളാഹി ചതിയനാണെന്നാണ് പറയുന്നത്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത ഒരു സംഗതി പുതുതായി ഉണ്ടാക്കി, റസൂലുള്ളാഹിക്ക് പരിചയമില്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തിന് പരിചയമില്ല, മുൻഗാമികൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് പരിചയമില്ല. 500 റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷം 500 കൊല്ലവും 600 കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കിയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിധത്തിൽ ഇതൊക്കെ നല്ലതാണെന്നാണ് അവർ വാദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആ ഒരു നന്മ, ആ ഒരു നല്ലത് പറഞ്ഞു തരാതെ റസൂൽ വഫാത്തായി പോയി. റസൂൽ ശരിക്കും പറഞ്ഞു തരുന്നില്ലല്ലോ, റസൂൽ ശരിക്കും പറഞ്ഞു തരണല്ലോ, പറഞ്ഞു തരാതെ പോയി എന്ന് പറഞ്ഞാൽ റസൂലിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പറഞ്ഞതിന്റെ മാന. റസൂൽ വഞ്ചന കാണിച്ചിട്ടില്ല, പക്ഷെ ഇയാൾ ചെയ്യുന്നത്, ഇയാൾ വാദിക്കുന്നത് അതായിട്ട് വരും എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയും. അപ്പൊ സഹോദരന്മാരെ, ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ് ബിദ്അത്തുകളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പുത്തനാശയങ്ങൾ സൂക്ഷിക്കണം, അത് വഴികേടാണ്, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അതെല്ലാം നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് സുന്നത്തുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്നാണ്. റസൂലുള്ളാഹിന്റെ ഹദീസുകൾ, റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങൾ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം വാങ്ങാൻ കഷ്ടമാക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാനായും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള പാപങ്ങളെല്ലാം നമ്മളിൽ നിന്നും വിട്ടുപുറത്തുമാക്കാൻ പെരുമാറാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഈമാനിന് മധുരമുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് മധുരമുണ്ട് നമ്മൾ പറയും, അയാളുടെ സംസാരത്തിന് ഒരു മധുരമുണ്ട് എന്ന് പറയും. അങ്ങനെ മധുരങ്ങൾ നമ്മൾ ഒരുപാട് രുചിച്ചിട്ടുണ്ട്. പക്ഷേ
ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ ഏറ്റവും മധുരമുള്ളത് ഈമാനാണ്. ആ ഈമാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസാവൂല. ആ മധുരമാണ് ജീവിതത്തിലേറെ കഷ്ടപ്പാട് സഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ചത്, ആസ്വദിച്ചത് ആ മധുരമാണ്. സഹാബത്തിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ സഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചത്, ആസ്വദിച്ചത് ആ മധുരമാണ്. ആ ഈമാനിന്റെ മധുരം കിട്ടിയാൽ ഇബാദത്ത് എടുക്കുന്നതിന്, ഹറാമുകൾ ഒഴിവാക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഹറാമുകൾ ഒഴിവാക്കുമ്പോൾ മധുരം ഇങ്ങനെ കൂടും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മധുരം കിട്ടാനുള്ള 3 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈമാനിന്റെ മധുരം 3 കാര്യങ്ങൾ ഒരാൾ നേടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും. അയ്യഖൂല അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏറ്റവും കൂടുതൽ, എല്ലാവരെക്കാളും കൂടുതൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ, എല്ലാത്തിനേക്കാളും ഏറെ എനിക്ക് എന്റെ റബ്ബിന്റെ, എന്റെ റസൂലിന്റെ അധ്യാപനങ്ങളാണ്, വാക്കുകളാണ് എനിക്ക് വലുത്. കൂട്ടുകാർ പറഞ്ഞത് മാറ്റിവെക്കും, ഹറാമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. ഭാര്യ പറഞ്ഞത്, ഭർത്താവ് പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത്, അതേപോലെ തന്നെ നാടോടുമ്പോ നടുവ് ഓടിയാണ്. എന്ത് തോന്നിയവസത്തിനും ഏത് ആഘോഷങ്ങൾക്കും കൂടിക്കൊടുക്കുകയാണ്. എന്റെ അള്ളാഹ്ക്ക് റസൂലിന് ഇഷ്ടമല്ല, അതുകൊണ്ട് മാറ്റിവെക്കുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിയ പരിഗണന കൊടുക്കുന്നു. അതേപോലെ തന്നെ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, അവന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ഒരു മെച്ചക്കെട്ടും എന്നുള്ള നിലയ്ക്കല്ല, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ കാര്യമാണ് സഹോദരന്മാരെ ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ وأن يكره أن يعود في الكفر بعد إذا أنقذه الله منه كما يكره أن يلقى في النار. കുഫറിന്റെ പ്രവർത്തനങ്ങൾ, ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, കുഫറിലേക്കും ശിർക്കിലേക്കും ഒക്കെ രണ്ടാമത് പോകുന്നത് അത് നരകത്തിൽ കിടന്ന് എരിയുന്നതിനേക്കാൾ ഗൗരവമായി കണ്ട് അതിൽ നിന്നും വിട്ടുമാറി പോകുന്നു. എന്താണ് ഈമാനിന്റെ ആസ്വാദനം ആർക്കാ കിട്ടുന്നത്? മൂന്നാമതായി പറഞ്ഞത് ആർക്കാണ്? ഈ 3 കാര്യങ്ങളുള്ള ആൾക്കാർക്ക് കിട്ടും. എന്താ മൂന്നാമത് പറഞ്ഞത്? കുഫറും ശിർക്കും അതിലേക്ക് പോകുമ്പോ, അത് കാണുമ്പോ, അതിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനുള്ള, അതിനോട് വെറുപ്പാണ്. കുഫറിനോടും ശിർക്കിനോടും വെറുപ്പാണ്. അതിനോട് ഒരിക്കലും മനസ്സ് താദാത്മ്യം പുലർത്തുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം ഞാൻ മുഅ്മിനാണ്. അപ്പോ കുഫറിനോടും ശിർക്കിനോടും അതിന്റെ പ്രവർത്തനങ്ങളോടും അതിന്റെ ലാഞ്ചനയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. എങ്ങനെ? നരകത്തിൽ കിടന്ന് എരിയുന്നതിനേക്കാൾ ഗൗരവത്തോടു കൂടി ശിർക്കിനെയും കുഫറിനെയും ഒക്കെ കാണുന്നു. അത് മുഅ്മിനായ മനുഷ്യനെ ഉണ്ടാവുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം നമുക്ക് ഈമാനിനോടും ഈമാനിന്റെ പ്രവർത്തനങ്ങളോടുമാണ് മുഅ്മിന് സന്തോഷം ഉണ്ടാകുക. മുഅ്മിന് എപ്പോഴും മനസ്സ് ഇണക്കമുണ്ടാകുക ഈമാനിന്റെ പ്രവർത്തനങ്ങളോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത നിഅമത്ത്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, അല്ലാഹു നിങ്ങൾക്ക് മുഅ്മിനീങ്ങളായ നിങ്ങൾക്ക് ഈമാനിനോട് വല്ലാത്ത പെരുത്ത് ഇഷ്ടം നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഉണ്ടാക്കി തന്നു. ഈമാനിനോടാണ് നിങ്ങൾക്ക് ഇഷ്ടം, കുഫറിനോടല്ല. വസയ്യനഹു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് അലങ്കാരമാക്കി. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറിന്റെ പ്രവർത്തനങ്ങള്, അധർമ്മത്തിന്റെ പ്രവർത്തനങ്ങള്, തോന്നിവാസങ്ങളോട്, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പാണ്. അല്ലാഹു മുഅ്മിനിന്റെ മനസ്സിൽ അതിന് വെറുപ്പിട്ടെടുത്തു. വെറുപ്പില്ലേ? ഈമാനിൽ നമ്മൾ സംശയിക്കണം. നമ്മുടെ രാവിലെ പോയിട്ട് ചെക്ക് ചെയ്യലത് പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നില്ലേ ഒക്കെ നമ്മൾ സ്ഥിരമായി ചെക്ക് ചെയ്യും. കുറച്ച് 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഏറ്റവും കൂടുതൽ സഹാബത്ത് ചെക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈമാനെ ചെക്ക് ചെയ്യും. സഹാബത്ത് ചെക്ക് ചെയ്തത് ഈമാനാണ്. കാരണം അറിയോ? അത് പരലോകവുമായി ബന്ധപ്പെട്ട ആ ചെക്കിങ്. അത് ചെക്ക് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പറഞ്ഞു, നിങ്ങളെ തന്നെ വിചാരണ നടത്തണം, കുറച്ച് ഈമാൻ കൂട്ടുക. സഹാബത്ത് 2 സഹാബികൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ നമുക്ക് ഈമാൻ കൂട്ടാം എന്ന് പറയും. ഒരു ചെക്ക് ചെയ്തത് ഈമാനാണ്. അപ്പോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ദേഷ്യമാണ്, കോപമാണ്, കുഫറിനോടും തെമാടിത്തത്തോടും അതേപോലെ തന്നെ ഇസ്യാനോടും അല്ലാഹുവിനെ ധിക്കരിക്കുന്നതോടും
എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർമാർഗം ശ്രദ്ധിച്ചവർ. ഞാനിത് പറയുന്നത് എന്തിനാ സഹോദരന്മാരെ, ഒരു ഓണാഘോഷത്തിന്റെ പരിപാടിയും അതിന്റെ ഒരു സമയത്തുമാണ് നമ്മളുള്ളത്. നമ്മുടെ വിദ്യാർത്ഥിനികൾ അപാരവൃതം ജനങ്ങൾ. സ്കൂളുകളിൽ പരീക്ഷാ സീസണാണ്. പരീക്ഷ കഴിഞ്ഞു, ഇന്നലത്തോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു. പരീക്ഷ കഴിഞ്ഞ് പൂട്ടാണ്. ഇന്ന് പരീക്ഷ ഇല്ല, ഇന്ന് സ്കൂളുണ്ട്. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് പൂട്ടലല്ലേ? പരീക്ഷ കഴിഞ്ഞ പിന്നെ പൂട്ടലാണല്ലോ. അവസാനത്തെ ദിവസം പരീക്ഷ നടന്ന് പൂട്ടലാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, അവസാനത്തെ പരീക്ഷ ഇല്ല, പരീക്ഷയ്ക്ക് നേരത്തെ അവസാനിപ്പിച്ചു. എന്നിട്ട് ഇന്ന് സ്കൂളുണ്ട്. ഇന്ന് എന്തിനുള്ളതാണ്? ഇന്ന് ഓണാഘോഷത്തിനുള്ളതാണ്. ലക്ഷക്കണക്കായ മാപ്പിള മക്കൾ ചുമൽ നടക്കട്ടെ, സെറ്റ് സാരിയും സെറ്റ് കൊണ്ടും ആൺകുട്ടികളും പെൺകുട്ടികളും വാങ്ങുന്ന സഹോദരന്മാർ 2000-2500 രൂപയൊക്കെ സാരിയും സാധനങ്ങളും നമ്മുടെ സാധാരണ പെരുന്നാൾ വരുന്ന സമയത്ത് വാങ്ങുമല്ലോ. അതേപോലെ തന്നെ വീട്ടിലെ കല്യാണം വാങ്ങുമല്ലോ. മാതാപിതാക്കൾ മക്കളെ പാവാടയിട്ട് പട്ടുപാവാടയിട്ട് സെറ്റ് പാവാട ഒക്കെ ശരിയാക്കിയിട്ട് മക്കളെ വിടണം, മാവേലിത്തം പുരാനാക്കി ഒരുക്കി വിടണം. എന്തിനാണത്? എന്തിനാണ് ഇവരുടെ ഈമാന പ്രവർത്തനത്തിനാവും? ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അത് കുഫറിന്റെ പ്രവർത്തനമാണ്, അതൊരു മതത്തിന്റെ ആചാരമാണ്. അത് അതിന്റെ ആളുകൾ ചെയ്യണം, ചെയ്തോട്ടെ. ഓരോ മതത്തിനും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. മഹാബലിത്തം പുരാൻ തൃക്കാക്കരപ്പനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിൽ പഠിപ്പിക്കുന്നത്? എന്നിട്ട് ഓരോ വർഷത്തിലും വരും. വർഷത്തിൽ വന്ന് പ്രജകൾക്ക് വേണ്ടി ഐശ്വര്യവും ബറക്കത്തും കൊടുക്കും എന്നുള്ളത് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അത് ചെയ്യാനും അതിലേക്ക് പ്രബോധനം ചെയ്യാനും അത് ചെയ്യിപ്പിക്കാനൊക്കെ അവർക്ക് അവകാശമുണ്ട്. മുസ്ലിംസിനും അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവകാശമുള്ള പോലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവകാശമുള്ള പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി മനസ്സിലാക്കുന്ന ഒരു മുഅ്മിന് കുഫറിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. ഇത് ആരാണ്? ഇത് ചെയ്യുന്ന ആളുകൾ, ഇതിന്റെ പണ്ഡിതന്മാരായിട്ടുള്ള ഹൈന്ദവ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്ന കാര്യമാണ്. ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് ഇതിലേക്ക് കൂടിക്കൊടുക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നും ഇല്ലല്ലോ, ഇതിന്റെ ഭാഗമാണെന്ന് അറിയില്ല സുഹൃത്ത്, ഇതിന്റെ ഭാഗമാണെന്ന് അറിയില്ലേ. എന്നിട്ട് രക്ഷിതാക്കൾ കുട്ടികളെ ഒരുക്കി വിടണം. ഇന്നത്തെ ഈ ഒരു സംസാരം നടക്കുമ്പോ പള്ളിയിലേക്ക് പോലും എത്താതെ നമ്മുടെ ആൺകുട്ടികളടക്കം DJ പാർട്ടികളിലും ഗാനമേളകളിലും മ്യൂസിക്കിലും അതേപോലെ തന്നെ തന്റെ ശരീരവും തന്റെ സൗന്ദര്യവും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത് തുള്ളണം, സോഷ്യൽ മീഡിയകളിലേക്ക് വരും. ഇതിന്റെ പേരിൽ ആലോചിച്ച് നോക്കണം, എവിടെയാണ് നമ്മുടെ ഈമാൻ സഹോദരന്മാർ? നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, പട്ടുപാവാട എടുത്തിട്ട് സെറ്റ് സാരി എടുത്തിട്ട് ഇറങ്ങി പോവാണ്. ഏത് നിലക്കും ഒരു ലജ്ജയുമില്ലാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരവും എല്ലാം കുലുക്കി ചാടി, എന്നിട്ട് ആ നിലക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് ഉള്ളുകയാണ്. അത് ചെയ്യുന്ന ആളുകൾക്കുള്ള അവകാശമുണ്ട്. ഞാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില്ല പറയുന്നത്. ഇത് എത്രത്തോളം മതം ഗൗരവമായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഇത് കുഫറുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനോട് നമുക്ക് സഹകരിക്കാൻ പറ്റില്ല. ഓണപ്പൂക്കളം ഇടുന്നത് എന്തിനാണ്? ഓണം അത് നടത്തുന്ന പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പൂക്കളം, ആ പൂക്കളത്തിന് ഹൈന്ദവ പുരാണങ്ങളിൽ നിയമമുണ്ട്. അതിനടുത്ത് നിലവിളക്ക് കത്തിക്കുന്നു. ആ നിലവിളക്കിന് എത്ര തട്ടുണ്ട് എന്നുള്ളത്, തട്ടുണ്ടാകണം. ഓരോ തട്ടും എന്താണ്? അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. കദളി വാഴപ്പഴം വെക്കും, അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾ അതിലൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. എന്നിട്ട് കുഫറിന്റെ ആചാരത്തോട് കൂടിക്കൊടുക്കുക. ഇന്നിപ്പോ ഒരു സംസ്ഥാനത്തിന്റെ ആഘോഷമായി മാറിക്കഴിഞ്ഞു. എല്ലാം ഒരു ഫെസ്റ്റിവൽ ഇതാണ്. കച്ചവടക്കാർക്കും അതേപോലെ തന്നെ എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കണം. ഇനി ഈ ചെയ്തു കൂട്ടുന്നത് എന്താണ്? തനിച്ച ഹറാമുകളാണ്. ശരീര പ്രദർശനവും ആണും പെണ്ണും കൂടിക്കലരലും ഹറാമിന്റെ പേരിൽ തുള്ളിച്ചാടി. ഇതെങ്ങനെയാണ് മുസ്ലിമിന് പറ്റും? എങ്ങനെ ഒരു രക്ഷിതാവിനെ നമ്മുടെ മക്കൾ വിടാൻ പറ്റും? യാതൊരു നിയന്ത്രണവും ഇല്ല. സ്കൂളിലേക്കാണ് എത്തിയെങ്കിൽ ഞാനൊരു അധ്യാപകനാണ്. ആ നിലയ്ക്ക് നമുക്കറിയാം ഒരു ഉത്തരവാദിത്വം അധ്യാപകർക്കില്ല. ഇവർക്ക് ഉണ്ടാകാൻ പറ്റില്ല. അധ്യാപകന്മാര് പഠിപ്പിച്ചാൽ മതി, സാറേ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സ്കൂള് കൂട്ടാൻ വേണ്ടി പിരിയൂണ്, സ്കൂള് കൂട്ടാൻ വേണ്ടി 5:30 മണിക്ക് ക്ലാസ് റൂമൊക്കെ കൂട്ടാൻ വേണ്ടി പോയ സമയത്ത് ആൺകുട്ടി പെൺകുട്ടി ഒപ്പം, വേറെ ആരുമില്ല. HM പഠിപ്പിച്ചു. HM മുഖത്ത് നോക്കി കുട്ടി പറയുന്നു,
സാറ് പഠിപ്പിച്ചാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ ചോയ്സാണ്. അപ്പൊ ഒരു ഉത്തരവാദിത്തമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ബോക്സോ കേസോ പ്രശ്നങ്ങളോ വരും. ഇവിടെ അങ്ങോട്ട് പോവുകയാണ്. ഒരു നിയന്ത്രണമില്ല. 13 വയസ്സുകാരിയാണ് വല്യച്ഛനെ കൊല്ലം കൂടെ നോക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവര് 13 വയസ്സുകാർ ഈ കേരളത്തിൽ. ഇന്നലെ കഴിഞ്ഞാന്നുള്ള വാർത്തയാണ്. ഒരു നിയന്ത്രണമില്ല, ആർക്കും നിയന്ത്രണമില്ല. രക്ഷിതാക്കളെ നിയന്ത്രണമില്ല, പിന്നെ നാട്ടുകാർക്ക് നിയന്ത്രണം. അപകടത്തിലേക്ക് പോകും. എന്നിട്ട് ഈ കുട്ടികളെ, ഈ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികൾ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നുണ്ടോ? എന്തെങ്കിലും നല്ലതൊന്ന് കെട്ടിപ്പടുക്കണമെന്നുണ്ടോ? ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണമെന്നുണ്ടോ? നല്ല ഒരു വീട് കൊണ്ട് നടക്കണം കുറച്ച് കഴിഞ്ഞാൽ അതുണ്ടോ? ഒരു നല്ല ഭാര്യയാകണം, നല്ല ഭർത്താവാകണം എന്നുണ്ടോ? ഒന്നുമില്ല. ഇതിൽ നമ്മളെ ഉത്തരവാദികളാണ്. നമ്മളെ കുട്ടികൾ, നമ്മളെ പേരെ കുട്ടികളെ എങ്ങനെ നമ്മൾ നോക്കും? ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. പിടിക്കപ്പെടുന്നത് മുഴുവൻ മുസ്ലിം നാമധാരികളും വന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ആണും പെണ്ണും ഒരുപോലെ. ഇങ്ങനെ ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും എപ്പോഴും കയറി വരികയും ഏത് രൂപത്തിലും ആരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന, എവിടുന്നും കറങ്ങി പോകുന്ന ഏത് ഒരു അവസ്ഥയിലേക്ക് പോയി മാറി കഴിഞ്ഞു. എന്നിട്ട് അതിന്റെ ഭീകരമായ അവസ്ഥ നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കുഫറിനോടും ഈ ശിർക്കിനോടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചു പറഞ്ഞല്ലോ, വഖദ് അൻസല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹി യുക്ഫർ ബിഹാ വ യുസ്തഹസഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി. ഇസ്ലാം പിച്ചുന്ന സമയത്ത്, സ്ഥലത്ത്, ഇടത്ത്, സംസാരിക്കുന്നിടത്ത് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ഡ്രസ് കോഡ്, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പിച്ച് ചീന്തപ്പെടുകയാണ് സഹോദരന്മാരെ. ആണും പെണ്ണും നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരന്മാരും സ്കൂളുകളിൽ അങ്ങനെ, ജോലിയിടങ്ങളിൽ അങ്ങനെ, എല്ലായിടത്തും ലജ്ജ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ലജ്ജയും ഒരു നാണയത്തിന്റെ 2 പുറങ്ങളാണ്. എത്ര കൃത്യമാണ് ഹദീസ്. ഈമാനില്ലേ ലജ്ജയില്ല, ലജ്ജയില്ല ഈമാനുമില്ല, നിസ്കാരവുമില്ല, കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു നിലക്ക എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മളൊക്കെ ഉത്തരവാദികളെല്ലാം ആലോചിച്ച് നോക്കും. മഹല്ലിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റുകൾ, PTA ഒക്കെ ഉത്തരവാദികളാണ്. നമ്മൾ ഒരു ദിവസം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് എഡ്യൂക്കേഷൻ ഇല്ല, പരീക്ഷ ഇല്ല, ഒന്നുമില്ല. ഇന്ന് എന്തിനാണ്? ഇന്നെല്ലാം നേരത്തെ ഒഴിവാക്കി, ഇന്നത്തോട് പരീക്ഷ കഴിഞ്ഞ് ഇന്ന് ഇതിനു വേണ്ടി മാത്രം. ആരെയും നിയന്ത്രിക്കണം? ആരും നിയന്ത്രിക്കാനില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, നമുക്ക് ഇഷ്ടം എന്തിനോടാണ്? നമുക്ക് ഇഷ്ടം ഈമാനിനോടാണ്. നമുക്കിഷ്ടം അല്ലാഹുവിന്റെ താല്പര്യത്തോടാണ്. നമുക്ക് വെറുപ്പെന്തിനോടും? കുഫറിന്റെ പ്രവർത്തനങ്ങളോടും, ധിക്കാരത്തോടും, ധിക്കാരങ്ങളോടും, ഇസ്യാനിനോടും, മ്ലാച്ഛതകളോടും നമുക്ക് വെറുപ്പാണ്. എന്റെ കുട്ടികൾക്ക് പെടാൻ പാടില്ല. അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് മതബോധം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധ പാകപ്രയോഗങ്ങളും അല്ലാഹു പൂർണ്ണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ കഴിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.